നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് 2026 പകുതിയോടെ ഒപ്പിടും. അടുത്ത 5 വർഷം കൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കും. കരാർ യാഥാർത്ഥ്യമാകുന്നത് 9 മാസം നീണ്ട ചർച്ചകൾക്ക് പിന്നാലെ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രങ്ങളടക്കം സജീവമാക്കി ജെയ്ഷെ മുഹമ്മദ്. കശ്മീർ അതിർത്തിയോട് ചേർന്ന് ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് അതിർത്തി രക്ഷാ സേന. ബംഗ്ലാദേശിൽ സംഘർഷത്തിൽ ഒരു വിദ്യാർത്ഥി നേതാവിന് കൂടി വെടിയേറ്റു. സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ഇന്ത്യ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുതിയ വെളിപ്പെടുത്തലുമായി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന 474 ഗ്രാം സ്വർണത്തിന് പകരമായി 10 ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് നൽകിയെന്ന ഗോവർദ്ധൻ. ദേവസ്വം ബോർഡിന്റെ അന്നദാന ട്രസ്റ്റിലേക്ക് ഈ തുക കൈമാറിയെന്നും കോടതിയെ അറിയിച്ചു. പണം നൽകിയതിന്റെ രേഖകളും ഹാജരാക്കി. തിരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയിട്ടും ബിജെപിക്ക് തിരഞ്ഞെടുപ്പ് ഫണ്ട് വരുമാനം വർദ്ധിച്ചതിൽ വിവാദം കനക്കുന്നു. 2024-25 സാമ്പത്തിക വർഷം സംഭാവന ഇനത്തിൽ ബിജെപിക്ക് കിട്ടിയത് 6000 കോടിയിലേറെ രൂപ. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയുടെ ബാക്കി പത്രമെന്ന് ബിജെപിയുടെ സംഭാവനയെന്ന് ജോൺ ബ്രിട്ടാസ് എം പി. രാജ്യത്താദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയം നൽകിയത് നേപ്പാൾ സ്വദേശിനിക്ക്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഹൃദയം എത്തിച്ചത് എയർ ആംബുലൻസിൽ. T20യിൽ 4000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി സ്മൃതി മന്ധാന. കിവീസിന്റെ സൂസി ബേറ്റ്സിന് പിന്നാലെ 4000 ക്ലബിൽ ഇടം നേടിയ രണ്ടാമത്തെ വനിതാ താരം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ കുതിച്ച ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്കയെ പിന്തള്ളി 2ാം സ്ഥാനത്ത്. ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കും. അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ $1 ബില്യൺ നിക്ഷേപിക്കാൻ തയ്യാറായി ന്യൂസിലാൻഡ്. 9 മാസം നീണ്ട ചർച്ചകൾക്കു ശേഷമാണ് കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. കരാറിന്റെ നേട്ടങ്ങൾ വിശാലവും പ്രാധാന്യമർഹിക്കുന്നതുമെന്നാണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പ്രതികരിച്ചത്. ഇന്ത്യയുടേത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ്. ഇത് ന്യൂസിലൻഡ് പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ, കയറ്റുമതി, വളർച്ച ഇവയ്ക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2026 പകുതിയോടെ കരാർ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസിലൻഡ് ഉൽപ്പന്നങ്ങളുടെ 95% താരിഫ് ഒഴിവാക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതേസമയം ന്യൂസിലൻഡിലേക്കുള്ള എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാക്കും. അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ $20 ബില്യൺ നിക്ഷേപിക്കാനും ന്യൂസിലൻഡ് തീരുമാനിച്ചു. കർഷകരെയും ആഭ്യന്തര വ്യവസായത്തെയും സംരക്ഷിക്കുന്നതിനായി പാൽ, കാപ്പി, ക്രീം, ചീസ്, തൈര്, മോര്, കസീനുകൾ, ഉള്ളി, പഞ്ചസാര, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യ എണ്ണകൾ, റബ്ബർ എന്നിവയ്ക്കുള്ള വിപണി പ്രവേശനം സ്വതന്ത്ര വ്യാപാര കരാർ ഒഴിവാക്കിയതായി ഇന്ത്യ വ്യക്തമാക്കി. ന്യൂസിലൻഡ് ഭരിക്കുന്ന നാഷണൽ പാർട്ടിയുടെ 2022 തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ന്യൂസിലൻഡ് ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ. അത് ആദ്യ ടൈമിൽ തന്നെ യാഥാർത്ഥ്യമാകുന്നു എന്ന ചാരിതാർത്ഥ്യമാണ് പാർട്ടിക്ക്. അതേസമയം 9 മാസത്തിനുള്ളിൽ ധാരണയിലെത്തിയ ഈ ചരിത്ര നാഴികക്കല്ല് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയെ പ്രതിഫലിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. ഈ വർഷം ഇന്ത്യ വ്യാപാര കരാർ ഒപ്പിടുന്ന 3ാമത്തെ രാജ്യമാണ് ന്യൂസിലൻഡ്. മേയിൽ ബ്രിട്ടനുമായും കഴിഞ്ഞ വ്യാഴാഴ്ച ഒമാനുമായി സാമ്പത്തിക പങ്കാളിത്ത കരാറും ഒപ്പുവെച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ജമ്മുകശ്മീർ അതിർത്തിയിൽ വീണ്ടും ഭീകരരുടെ സാന്നിധ്യം. ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാക്കുന്നുവെന്ന് BSF. 5 കിലോമീറ്ററിനുള്ളിൽ 9 കേന്ദ്രങ്ങൾ വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിനിടെ ജമ്മുവിലെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തിന് സമീപത്ത് നിന്ന് ചൈനീസ് നിർമ്മിത റൈഫിൾ സ്കോപ്പ് കണ്ടെത്തി. സ്നൈപ്പർ തോക്കിൽ ഘടിപ്പിക്കാവുന്നതാണ് റൈഫിൾ സ്കോപ്പ്. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഉൾപ്പെടെ നിരവധി ഭീകരവാദ കേന്ദ്രങ്ങളാണ് തകർത്തത്. എന്നാൽ മാസങ്ങൾക്കിപ്പുറം അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഭീകര താവളങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. കേന്ദ്ര ഏജൻസികളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മസ്പൂർ, ബജ്രാഗർഹി, ചോബ്ര, സർജോൾ തുടങ്ങി 9ഓളം ഇടങ്ങളിലാണ്
ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രങ്ങൾ വീണ്ടും സജീവമാകുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ച് നീക്കങ്ങൾ നടക്കുന്നതായി BSF ആണ് വ്യക്തമാക്കുന്നത്. നേരത്തെ തകർത്തതിന് 5 കിലോമീറ്റർ ചുറ്റളവിലാണ് പുതിയ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നശിപ്പിക്കപ്പെട്ട താവളങ്ങളല്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഏപ്രിൽ മാസം 22-നാണ് പഹൽഗാമിൽ ഭീകരർ 26 പേരെ കൊലപ്പെടുത്തിയത്. ഇതിന് തിരിച്ചടിയായി മെയ് 7-ന് രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കി. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിർത്തി രക്ഷാസേനയും ജമ്മുകാശ്മീർ പോലീസും 24 ഗ്രാമങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഭീകരവാദ സാന്നിധ്യം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായത്. ഭീകരവാദ സാന്നിധ്യം വ്യക്തമായ പശ്ചാത്തലത്തിൽ നുഴഞ്ഞുകയറ്റം തടയാൻ നടപടികൾ സേനാ വിഭാഗങ്ങൾ ശക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുതിയ വെളിപ്പെടുത്തലുമായി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന 474 ഗ്രാം സ്വർണത്തിന് പകരമായി 10 ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് നൽകിയെന്ന് ഗോവർദ്ധൻ പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ അന്നദാന ട്രസ്റ്റിലേക്ക് ഈ തുക കൈമാറിയെന്നും കോടതിയെ അറിയിച്ചു. പണം നൽകിയതിന്റെ രേഖകളും ഹാജരാക്കി. ഇതിനു പുറമെ ശബരിമല അയ്യപ്പസ്വാമിക്ക് ഏകദേശം 2,73,000 രൂപ വിലമതിക്കുന്ന ഒരു സ്വർണ്ണമാലയും താൻ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെന്ന് ഗോവർദ്ധൻ പറഞ്ഞു. 2009 കാലഘട്ടം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് ബന്ധമുണ്ട്. കന്നഡയും ഇംഗ്ലീഷും മാത്രം അറിയാമായിരുന്ന തനിക്ക് പടിപൂജ ബുക്ക് ചെയ്യാൻ പോറ്റി സഹായിച്ചതോടെയാണ് സൗഹൃദം ആരംഭിച്ചത്. തുടർന്ന് പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ നിർമ്മാണത്തിന് പണം മുടക്കിയത് താനാണെന്നും ഗോവർദ്ധൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ കമ്മീഷണർ N. വാസുവിനെ ജനുവരി 5 വരെ റിമാൻഡ് ചെയ്തു. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് വാസുവിനെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. അതേസമയം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും സ്വർണം വാങ്ങിയ ജ്വല്ലറി ഉടമ ബെല്ലാരി ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങി SIT ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ്. രണ്ടുപേരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. തിരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയ ശേഷം BJPയുടെ വരുമാനത്തിലുണ്ടായത് വൻ വർധനവ്. 2024-25 സാമ്പത്തിക വർഷം സംഭാവന ഇനത്തിൽ ഉൾപ്പെടെ BJPക്ക് കിട്ടിയത് 6,088 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പാർട്ടി ഫണ്ടിൽ 53% വർധനവാണ് BJPക്ക് ഉണ്ടായിട്ടുള്ളത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് 100 കോടി രൂപയും മൈനിംഗ് കമ്പനിയായ റെങ്ത സൺസ് 95 കോടി രൂപയും BJPക്ക് നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന് 522 കോടി രൂപയും DMKക്ക് 365 കോടി രൂപയും ലഭിച്ചു. തിരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കിയ ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ വരുമാനത്തിലുണ്ടായ വർധനവ് സംബന്ധിച്ച കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കമ്മീഷന് BJP നൽകിയ കണക്ക് കൂടി പുറത്തുവന്നത്. 2024-2025 സാമ്പത്തിക വർഷം സംഭാവന ഇനത്തിൽ ഉൾപ്പെടെ BJPക്ക് കിട്ടിയത് 6,088 കോടി രൂപയാണ്. മുൻ സാമ്പത്തിക വർഷം പാർട്ടിക്ക് ആകെ കിട്ടിയ തുക 3,967 കോടി രൂപയായിരുന്നു. ഡിസംബർ 8-നാണ് ഇത് സംബന്ധിച്ച കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJP നൽകിയത്. കോൺഗ്രസിനേക്കാൾ 12 മടങ്ങ് അധികം തുകയാണ് BJPക്ക് ലഭിച്ചത്. കോൺഗ്രസിന് 522 കോടി രൂപ കിട്ടിയപ്പോൾ 12ഓളം പ്രതിപക്ഷ പാർട്ടികൾക്ക് കൂടി ആകെ കിട്ടിയത് 1,343 കോടി രൂപയാണ്. പ്രതിപക്ഷ പാർട്ടികൾക്ക് ആകെ കിട്ടിയതിനേക്കാൾ 4 മടങ്ങ് അധികമാണ് BJPക്ക് സംഭാവന ലഭിച്ച തുക. 3,744 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ട്രസ്റ്റുകൾ നൽകിയ സംഭാവനയാണ്. ബാക്കി 2,344 കോടി രൂപ വ്യക്തികൾ ഉൾപ്പെടെ നൽകിയ സംഭാവനയുമാണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് 100 കോടി രൂപയും മൈനിംഗ് കമ്പനിയായ റെങ്ത സൺസ് 95 കോടി രൂപയും BJPക്ക് നൽകിയിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ മരുന്ന് നിർമ്മാതാക്കളാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിനു പുറമെ വേദാന്ത ലിമിറ്റഡ് 67 കോടി രൂപയും BJPക്ക് നൽകിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണ കമ്പനിയായ മോഡേൺ റോഡ് മേക്കേഴ്സ് നൽകിയ 52 കോടി രൂപയും BJPയുടെ സംഭാവന പട്ടികയിലുണ്ട്. ബീഹാർ ഭരിക്കുന്ന JDUവിനേക്കാൾ കൂടുതൽ സംഭാവന ജൻ സുരേഷ് പാർട്ടിക്ക് കിട്ടിയെന്നതും ശ്രദ്ധേയമാണ്. JDUവിന് കിട്ടിയത് 18 കോടി രൂപയാണെങ്കിൽ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് 25 കോടി രൂപ ലഭിച്ചു. 2024 ഫെബ്രുവരിയിലാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനയുടെ കണക്കുകൾ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യത്ത് സർക്കാർ ജനറൽ ആശുപത്രിയിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിന്റെ 7 അവയവങ്ങൾ ദാനം ചെയ്തതിൽ ഹൃദയം നേപ്പാൾ സ്വദേശിനിയായ 22-കാരിക്കാണ് നൽകിയത്. 3 മണിയോടെ കൊച്ചിയിൽ എത്തിച്ച ഹൃദയം 4 മിനിറ്റ് കൊണ്ടാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കഴക്കൂട്ടത്ത് ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്ന ഷിബു വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്ന വഴി ഡിസംബർ 14-ന് വൈകിട്ടാണ് അപകടത്തിൽപ്പെടുന്നത്. ഡിസംബർ 21-ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. തുടർന്ന് അവയവദാനത്തിന് കുടുംബാംഗങ്ങൾ സമ്മതം നൽകി. ഹൃദയത്തിന് പുറമെ ഷിബുവിൻ്റെ 2 വൃക്കകൾ, കരൾ,
2 നേത്രപടലങ്ങൾ, സ്കിൻ എന്നിവയും ദാനം ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് 3 മണിയോടെ ഹൃദയം എയർ ആംബുലൻസിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. നമുക്ക് 4 മിനിറ്റ് എടുത്തോളൂ. പിന്നെ നമ്മുടെ ഫ്രണ്ടിലുണ്ട പൈലറ്റ് വാഹനവും വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതെ, ഇങ്ങനെ ഒരു ഇത് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അനാഥയായ നേപ്പാൾ സ്വദേശിനി ദുർഗയ്ക്കാണ് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടെ ഹൃദയ ശസ്ത്രക്രിയ സാധ്യമാക്കിയത്. ആദ്യത്തെ ഒരു ശസ്ത്രക്രിയയായിട്ടാണ് വരുന്നത്. ഈ കുട്ടി കഴിഞ്ഞ 1 വർഷമായി ഇവിടെ തന്നെ ചികിത്സയിലാണ്. എന്നാൽ നമ്മുടെ നിയമത്തിൻ്റെ ചില പ്രശ്നങ്ങൾ മൂലം നേരത്തെയുള്ള സാധ്യതകൾ അന്ന് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ തന്നെ വളരെ സൗജന്യമായിട്ടുള്ള നിയമസഹായം എല്ലാം തേടിയിട്ടാണ് കോടതിയുടെ ഉത്തരവ് കൂടി കിട്ടി. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഇതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 6 മാസത്തിലധികമായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ദുർഗ. അപൂർവമായ ജനിതകാവസ്ഥ മൂലം ദുർഗയുടെ അമ്മയും സഹോദരിയും ഹൃദയത്തിന് ഇതേ അസുഖം ബാധിച്ചാണ് മരിച്ചത്. പിന്നെ ആ കുട്ടിയുടെ ജീവിതം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം ഇതെല്ലാം വേറെ ഓപ്ഷൻ ഇല്ല. സഹോദരി മരിച്ചിട്ട് 24ാമത്തെ വയസ്സിലാണ് സഹോദരി മരിക്കുന്നത്. അപ്പോൾ ഇനി 2-3 വർഷം കൂടെ ആയുസുള്ളൂ എന്നാണ് അതിൻ്റെ ആ ഭീതിയിലാണ് ആ കുട്ടി എത്രയും നാളും ജീവിച്ചുകൊണ്ടിരുന്നത്. സർജറി ഇനി വലിയ ആശങ്കകളൊന്നും ആവശ്യമില്ല. സർജറി 100% വിജയമായിരിക്കുമെന്ന് തന്നെ പറയാം. അങ്ങനെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് അതിൻ്റെ ഔട്ട്കം അങ്ങനെയാണ് വരുന്നത്. സർജറിയിലെ സങ്കീർണത അത്ര ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം അത് നേരിടാനുള്ള കഴിവും പ്രാഗൽഭ്യമുള്ള ഡോക്ടർമാർ തന്നെയാണ് ടീമിന് നേതൃത്വം നയിക്കുന്നത്. അത് സാധാരണ മാക്സിമം 1.5 മണിക്കൂറാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം. 1.5 മണിക്കൂറിനാണ് സമയം സർജറി ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും ഇതിനകത്തുള്ള പോസ്റ്റ് ഓപ്പറേറ്ററി റിജക്ഷനാണ് അതിനകത്ത് വരുന്നൊരു കാര്യം. മറ്റൊരാളുടെ അവയവം വേറൊരു വ്യക്തിയിലേക്ക് വെച്ച് പിടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ശരീരം തന്നെയാണ് ഈ റിയാക്ഷൻ. അത് വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുത്തിട്ടുണ്ട്. പണത്തിൻ്റെ ബുദ്ധിമുട്ട് മൂലം കേരളത്തിലെത്തി ചികിത്സ തേടിയെങ്കിലും വിദേശി എന്ന നിലയിൽ ഹൃദയം ലഭിക്കുക നിയമപരമായി ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചാണ് രോഗാവസ്ഥ ബോധ്യപ്പെടുത്തി അവയവം സ്വീകരിക്കാൻ ദുർഗയ്ക്ക് മുൻഗണന ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ തന്നെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് കേസ് ഓട്ടോ വഴി എറണാകുളം ജനറൽ ആശുപത്രി കൈമാറിയിരുന്നു. ഈ വർഷം സംസ്ഥാനത്ത് നടക്കുന്ന 24ാമത്തെ അവയവദാന ശസ്ത്രക്രിയയാണിത്. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ച UDF മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ്, CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാമരാജ് കോൺഗ്രസ് പാർട്ടി എന്നിവരെ അസോസിയേറ്റ് അംഗങ്ങളാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എന്നാൽ ഇതിനെതിരെ ചന്ദ്രശേഖരൻ രംഗത്ത് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മുന്നണി വിപുലീകരണമായിരുന്നു കൊച്ചിയിൽ നടന്ന UDF യോഗത്തിലെ പ്രധാന അജണ്ട. PV അൻവറിന് പുറമെ CK ജാനുവിനെയും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കാമരാജ് കോൺഗ്രസ് പാർട്ടിയെയും അസോസിയേറ്റ് അംഗങ്ങളാക്കി ഉൾപ്പെടുത്താൻ നേതൃയോഗത്തിൽ തീരുമാനമുണ്ടായി. നിരുപാധികമാണ് 3 പേരും മുന്നണിയുടെ ഭാഗമാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. CK ജാനുവിന്റെയും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ NDAയുടെ ഘടകകക്ഷികളാണ്. അവർ NDA വിട്ട് UDFൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തത് UDF യോഗം ചർച്ച ചെയ്തിട്ടാണ് അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ UDFിലേക്ക് എടുക്കണമെന്ന അപേക്ഷ നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്ത് വന്നു. ഞാൻ അവർക്ക് അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ പുറത്തുവിടും. ഘടകകക്ഷികളെ വേണ്ട വിധം മാനിക്കാത്ത NDAയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പരിവാർ പ്രസ്ഥാനങ്ങൾ അതിലിടപെട്ട് എൻ്റെ വിഷയം പരിഹരിക്കും. ഘടകകക്ഷിയാക്കണമെന്നായിരുന്നു ചന്ദ്രശേഖരന്റെ ആവശ്യമെന്നും അസോസിയേറ്റ് മെമ്പറായി അദ്ദേഹത്തിന് താൽപ്പര്യമില്ലെങ്കിൽ UDFിലേക്ക് വരണ്ടായെന്നും VD സതീശൻ പ്രതികരിച്ചു. അതേസമയം PV അൻവറും CK ജാനുവും UDF തീരുമാനത്തിൽ സന്തോഷം രേഖപ്പെടുത്തി. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ആളുകൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു നിലപാടെടുത്തത് UDF ഗവൺമെന്റ് തന്നെയാണ്. ഈ മുന്നണിയോടൊപ്പം അസോസിയേറ്റ് ചെയ്തു പോകുന്നതിനോട് മുഴുവൻ ഒരാൾക്ക് പോലും എതിർപ്പില്ല. കേരള കോൺഗ്രസ് എമ്മുമായി മുന്നണി പ്രവേശനം സംബന്ധിച്ച് അങ്ങോട്ടേക്ക് ചർച്ചയ്ക്കില്ലെന്നും നിലപാട് അവർ വ്യക്തമാക്കട്ടെയെന്നുമാണ് നേതൃയോഗത്തിലെ ധാരണ. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ ജോസഫ് വിഭാഗവും കടുത്ത എതിർപ്പുയർത്തിയിട്ടുണ്ട്. ജനുവരിയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് നിലവിലെ ആലോചന. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മുന്നോടിയായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ UDF ജാഥ നടത്തും. ഇടത് സഹയാത്രികരായ പലരും മുന്നണിയുടെ ഭാഗമാകുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. CPMഉം BJPയുമായി ഒരു തരത്തിലുമുള്ള സഖ്യം പാടില്ലെന്നാണ് യോഗത്തിലെ മറ്റൊരു തീരുമാനം. കീഴ്ഘടകങ്ങൾക്കും ഇത് സംബന്ധിച്ച് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് VD സതീശൻ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി.
ദുബായ് നഗരത്തിലെ ഗതാഗത തിരക്കേറിയ ഇടമായ വേൾഡ് ട്രേഡ് സെന്റർ റൗണ്ട് എബൌട്ടിൽ പുതിയ പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. 2 ഡിസംബർ സ്ട്രീറ്റിൽ നിന്ന് ഷെയ്ഖ് റാഷിദ് റോഡിലേക്കും അൽ മജ്ലിസ് റോഡിലേക്കുമുള്ള ഗതാഗതം സുഗമമാക്കുന്നതാണ് പുതിയ പാലങ്ങൾ. 2 പാലങ്ങളും അൽ മുസ്താഖ്ബാൽ സ്ട്രീറ്റുമായി ബന്ധിപ്പിക്കും. ഇരുവശത്തേക്കും 2 വരികളുള്ള പാലത്തിന് 2 കിലോമീറ്ററാണ് നീളം. മണിക്കൂറിൽ 6000 വാഹനങ്ങൾക്ക് കടന്നുപോകാം. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ സുപ്രധാന പ്രദർശനങ്ങളും സമ്മേളനങ്ങളും നടക്കുമ്പോൾ വലിയ തിരക്കുണ്ടാകുന്ന ഭാഗമാണ് ട്രേഡ് സെന്റർ റൗണ്ട് എബൌട്ട്. ആകെ 5 കിലോമീറ്റർ നീളത്തിൽ 5 പാലങ്ങൾ ഉൾപ്പെടുന്ന റൗണ്ട് എബൌട്ട് വികസനത്തിന് 69.6 കോടി ദിർഹമാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വ്യക്തിഗത ചികിത്സയ്ക്കായി മയക്കുമരുന്ന് ചേരുവകൾ അടങ്ങിയ മരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും കുവൈറ്റിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച വിശദവിവരങ്ങൾ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി പുറത്തുവിട്ടു. ഇത് പ്രകാരം ഇത്തരം മരുന്നുകളുമായി എത്തുന്നവർ രോഗിയുടെ മെഡിക്കൽ റിപ്പോർട്ട്, മരുന്നിന്റെ കുറിപ്പടി എന്നിവ അതാത് രാജ്യങ്ങളിലെ കുവൈറ്റ് എംബസിയിൽ നിന്നോ അംഗീകൃത ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നോ സാക്ഷ്യപ്പെടുത്തണം. 15 മുതൽ 30 ദിവസം വരെ കാലയളവിലുള്ള മരുന്നുകൾ കൊണ്ടുവരാനാണ് അനുമതി. വിമാനത്താവളത്തിലോ മറ്റ് അതിർത്തി കവാടങ്ങളിലോ എത്തിയാൽ മെഡിക്കൽ റിപ്പോർട്ടുകളോ കുറിപ്പടികളോ കസ്റ്റംസ് വിഭാഗത്തിൽ ഹാജരാക്കുകയും ചെയ്യണം. 15 ദിവസത്തിൽ താഴെ കാലയളവിലുള്ള മരുന്നുകൾ കൊണ്ടുവരുന്നതിന് മെഡിക്കൽ റിപ്പോർട്ടുകൾ അറ്റസ്റ്റ് ചെയ്യേണ്ടതില്ല. അതേപോലെ കുവൈറ്റിലെ അംഗീകൃത ലൈസൻസുള്ള ഡോക്ടർ നൽകുന്ന കുറിപ്പടി പ്രകാരമുള്ള ഇത്തരം മരുന്നുകൾ കൈവശം വച്ചിരിക്കുന്നവർക്കും പുതിയ ഉത്തരവിലെ വ്യവസ്ഥകൾ ബാധകമല്ല. സൗദിയിൽ ഹൗസ് ഡ്രൈവർമാർ അടക്കം ഗാർഹിക തൊഴിലാളികളുടെ വേതനം അംഗീകൃത ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴി ഇലക്ട്രോണിക് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യൽ നിർബന്ധമാക്കുന്ന വേതന സുരക്ഷാ പദ്ധതിയുടെ അവസാന ഘട്ടം ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. ജനുവരി മുതൽ സൗദിയിലുള്ള മുഴുവൻ ഗാർഹിക തൊഴിലാളികളുടെയും വേതനം ഇലക്ട്രോണിക് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യൽ നിർബന്ധമാണ്. പദ്ധതിയുടെ ആദ്യഘട്ടം കഴിഞ്ഞ വർഷം ജൂലൈ 1 നിലവിൽ വന്നിരുന്നു. തൊഴിലാളികൾക്ക് തങ്ങളുടെ വരുമാനം സുഗമമായി കൈകാര്യം ചെയ്യാനും നാട്ടിലേക്ക് വേഗത്തിൽ പണം അയക്കാനും സഹായിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തി UAEയിലെ പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ച്. അഭി മിഡിൽ ഈസ്റ്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് നൂതന സംവിധാനം നടപ്പിലാക്കുന്നത്. ശമ്പള ദിവസം വരെ കാത്തിരിക്കാതെ സമ്പാദിച്ച പണം ചിലവഴിക്കാനും നാട്ടിലേക്ക് അയക്കാനുമുള്ള സൗകര്യം ഇതോടെ ലഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ലുലു എക്സ്ചേഞ്ച് CEO തമ്പി സുദർശൻ, അഭി മിഡിൽ ഈസ്റ്റ് ലിമിറ്റഡ് സഹസ്ഥാപകൻ ഉമൈർ അൻസാരി എന്നിവരാണ് കരാറിൽ ഒപ്പുവച്ചത്. 140-ലേറെ ബ്രാഞ്ചുകൾ ലുലു മണി മൊബൈൽ ആപ്പും ലുലു എക്സ്ചേഞ്ചിനുണ്ട്. പ്രമുഖ വസ്ത്ര ബ്രാൻഡായ ലൂയി ഫിലിപ്പ് ബഹ്റിനിൽ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ആരംഭിച്ചു. 1586 ചതുരശ്രയടിയിൽ സീഫ് ഡിസ്ട്രിക്റ്റിലെ സിറ്റി സെന്റർ ബഹ്റിനിൽ സ്ഥിതി ചെയ്യുന്ന പുതിയ ഷോറൂം ബഹ്റിനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ആദിത്യ ബിർള ലൈഫ് സ്റ്റൈൽ ബ്രാൻഡഡ് ലിമിറ്റഡിന്റെ പ്രസിഡന്റ് ജേക്കബ് ജോൺ, ഫ്രാഞ്ചൈസി പങ്കാളിയും കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടറുമായ പ്രകാശ് പട്ടാഭിരാമൻ, കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മഹേഷ് പട്ടാഭിരാമൻ, ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ബഹ്റിൻ ഡയറക്ടർ ജൂസർ ടി രൂപാവാല എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആദിത്യ ബിർള ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സ് ലിമിറ്റഡുമായുള്ള സഹകരണം ഇന്ത്യയിലെ മുൻനിര ഫാഷൻ ബ്രാൻഡുകളെ മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചതായി കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ പ്രകാശ് പട്ടാഭിരാമൻ പറഞ്ഞു. കുവൈറ്റിൽ കുടുംബവുമൊത്ത് രാജ്യത്ത് കഴിയുന്ന പ്രവാസികൾക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിദേശികളുടെ ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് വർധനവ് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. നിലവിൽ ഭാര്യയ്ക്ക് 40 ദിനാറും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 30 ദിനാറുമാണ് വാർഷിക ഇൻഷുറൻസ് ഫീസ്. എന്നാൽ പുതിയ നിയമം നാളെ മുതൽ പ്രാബല്യത്തിലാകുന്നതോടെ ഇത് ഓരോ ആളിനും 100 ദിനാറായി ഉയരും. അതായത് ഭാര്യയും 3 കുട്ടികളും അടങ്ങിയ കുടുംബത്തിന് നേരത്തെ പ്രതിവർഷം 130 ദിനാർ ആയിരുന്നുവെങ്കിൽ നാളെ മുതൽ അത് 400 ദിനാർ ആകും. രാജ്യത്ത് കുടുംബത്തോടൊപ്പം കഴിയുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് അധിക സാമ്പത്തിക ബാധ്യതയായിരിക്കും ഇതുമൂലം വന്നു ചേരുക. അതേസമയം പുതിയ ഇൻഷുറൻസ് ഫീസ് വർധനവിനെ സ്വദേശികൾ പരക്കെ സ്വാഗതം ചെയ്തു. കാൽ നൂറ്റാണ്ടിന് ശേഷം ആദ്യമായി നടപ്പിലാക്കുന്ന ഫീസ് വർധനവ് വഴി 20 കോടി ദിനാറാണ് സർക്കാരിന് പ്രതിവർഷം ലഭിക്കുക. സൗദിയിൽ വാണിജ്യ വഞ്ചനാ കേസുകളിൽ സ്വദേശികളും വിദേശികളും വ്യാപാര സ്ഥാപനങ്ങളും അടക്കം 42 പ്രതികളെ കോടതികൾ ശിക്ഷിച്ചതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഹായിൽ, അൽ ഖസീം, മദീന, നജ്റാൻ, ഉത്തര അതിർത്തി പ്രവിശ്യ എന്നിവിടങ്ങളിൽ കോൺട്രാക്ടിംഗ്, മൊബൈൽ ഫോൺ, ഭക്ഷ്യവസ്തുക്കൾ, ചോക്ലേറ്റുകൾ, വസ്ത്രങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ, പെട്രോൾ ബങ്കുകൾ, പഞ്ചർ കടകൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 16 സ്ഥാപനങ്ങൾക്കും 14 സൗദി പൗരന്മാർക്കും 12 വിദേശികൾക്കുമാണ് ശിക്ഷ. നിയമലംഘകർക്ക് ആകെ 27 ലക്ഷത്തിലേറെ റിയാൽ പിഴ ചുമത്തി. കുറ്റക്കാർക്ക് വ്യത്യസ്ത കാലയളവിലുള്ള തടവ് ശിക്ഷകളും വിധിച്ചിട്ടുണ്ട്.
ക്രിസ്മസിന്റെ വരവറിയിച്ച ആലപ്പുഴ നഗരത്തിൽ അണിനിരുന്നത് 2600ഓളം ക്രിസ്മസ് പാപ്പമാർ. യേശുക്രിസ്തു മനുഷ്യപുത്രനായി പിറവിയെടുത്തതിന്റെ ജൂബിലി വർഷാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മഹാറാലിയിലായിരുന്നു ഈ വ്യത്യസ്ത കാഴ്ച. അഞ്ചും പത്തുമല്ല, 100ഉം 1000ഉമല്ല, ആലപ്പുഴ നഗരത്തിനെ ചുവപ്പണിയിച്ചെത്തിയത് 2600ഓളം ക്രിസ്മസ് പാപ്പമാർ. ആലപ്പി എക്യുമെനിക്കൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ക്രൈസ്തവ സഭകളുടെ സംയുക്ത ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന മഹാറാലിയിലായിരുന്നു ഈ അപൂർവ കാഴ്ച. സംഘാടകർ പ്രതീക്ഷിച്ചിരുന്നത് ജൂബിലി വർഷത്തെ അനുസ്മരിച്ച് 2025 പാപ്പമാരെ. എന്നാൽ ക്രിസ്മസിന്റെ വരവറിയിച്ച് മഹാറാലിയിൽ കൂടുതൽ പാപ്പമാർ അണിനിരുന്നതോടെ നഗരം ചുവപ്പും വെള്ളയും നിറങ്ങൾ കൊണ്ട് നിറഞ്ഞു. യേശുക്രിസ്തു മനുഷ്യപുത്രനായി പിറവിയെടുത്തതിന്റെ ജൂബിലി വർഷ സമാപനത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. പൂന്തോപ്പ് സെയിന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച മഹാറാലിയുടെ ഉദ്ഘാടനം ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ നിർവഹിച്ചു. റാലിയിൽ പാപ്പമാർക്ക് പുറമെ വിവിധങ്ങളായ ഫ്ലോട്ടുകളും നിശ്ചല ദൃശ്യങ്ങളും അണിനിരന്നു. ആടിയും പാടിയും നഗരത്തിലെ 35 പള്ളികളിൽ നിന്നുള്ള 100 കണക്കിന് വിശ്വാസികൾ കൂടി ഒപ്പം കൂടിയതോടെ കിഴക്കിന്റെ വെനീസിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ കൂടുതൽ കളറായി. റാലിയുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ നിർവഹിച്ചു. ലിയോ 13 സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ ക്രിസ്മസ് സന്ദേശം നൽകി. അമൃത ന്യൂസ്, ആലപ്പുഴ. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ മണ്ഡലപൂജ ഈ മാസം 27-ന് നടക്കും. രാവിലെ 10:10-നും 11:30-നും ഇടയിലെ മുഹൂർത്തത്തിലാണ് പൂജ. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്തുവാനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ഈ മാസം 27-നാണ് ശബരിമലയിൽ മണ്ഡലപൂജ. രാവിലെ 10:10-നും 11:30-നും ഇടയിലാണ് പൂജയുടെ മുഹൂർത്തമെന്ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനർ അറിയിച്ചു. 26-ന് വൈകിട്ട് 6:30-ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. നാളെ രാവിലെ 7-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടും. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി 26-ന് വൈകിട്ടാണ് തങ്കയങ്കി സന്നിധാനത്ത് എത്തുക. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള ദീപാരാധന 27-ന് ഉച്ചയ്ക്ക് നടക്കും. തുടർന്ന് 27-ന് രാത്രി 11-ന് ഹരിവരാസനം പാടി നടയടക്കും. ഇതോടെ ഈ വർഷത്തെ മണ്ഡലകാലത്തിന് സമാപ്തിയാകും. മകരവിളക്ക് മഹോത്സവത്തിനായി 30-ന് വൈകിട്ട് 5-ന് നട വീണ്ടും തുറക്കും. ഡിസംബർ 23-ന് രാവിലെ 5 മുതൽ 7 വരെ ആറന്മുള ക്ഷേത്രാങ്കണത്തിൽ തങ്കയങ്കി പൊതുജനങ്ങൾക്ക് ദർശിക്കാൻ അവസരമുണ്ട്. 26-ന് ദേവസ്വം മന്ത്രി VN വാസവനടക്കമുള്ളവർ സന്നിധാനത്തെത്തുന്നുണ്ട്. അമൃത ന്യൂസ്, സന്നിധാനം. ഇന്ത്യൻ മൈലോമ കോൺഗ്രസിന് കൊച്ചി അമൃത ആശുപത്രി വേദിയാകും. 2026 ജനുവരി 9 മുതൽ 11 വരെയാണ് മൈലോമ കോൺഗ്രസ് നടക്കുക. ലോക പ്രശസ്തരായ 15 അന്താരാഷ്ട്ര ഫാക്കൽറ്റികളും രാജ്യത്തെ പ്രമുഖ മൈലോമ വിദഗ്ധരും കോൺഗ്രസിൽ പങ്കെടുക്കും. ഡോക്ടർമാർ, ഗവേഷകർ, ഫെല്ലോകൾ, നഴ്സുമാർ തുടങ്ങിയവർക്ക് അറിവ് നൽകുന്ന വേദിയാകും ഇത്. ഡയഗ്നോസിസ്, റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ, നവീന ചികിത്സാ മാർഗങ്ങൾ, ഇമ്മ്യൂണോതെറാപ്പി, ട്രാൻസ്പ്ലാന്റേഷൻ, MRD, മോണിറ്ററിംഗ്, സപ്പോർട്ടീവ് കെയർ, സർവൈവർഷിപ്പ് തുടങ്ങി മൈലോമ ചികിത്സാ രംഗത്തെ പുതിയ അറിവുകളും പഠനങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിക്കും. കോൺഗ്രസിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. അമൃത വിശ്വവിദ്യാപീഠം, അമൃതപുരി, കൊച്ചി, ചെന്നൈ, എട്ടിമട, ബംഗളൂർ, മൈസൂർ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദ സമർപ്പണം കൊച്ചി അമൃത ക്യാമ്പസിൽ വെച്ച് നടന്നു. ഡെന്റിസ്ട്രി, മെഡിസിൻ, ആയുർവേദം, നഴ്സിംഗ്, ശില്പകല, ആർട്സ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ്, അലൈഡ് ഹെൽത്ത് സയൻസസ്, എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നായി 1000-ലേറെ വിദ്യാർത്ഥികൾ ബിരുദങ്ങൾ ഏറ്റുവാങ്ങി. വിവിധ വിഭാഗങ്ങളിലുള്ള ബിരുദാനന്തര ബിരുദ ഗവേഷക വിദ്യാർത്ഥികൾക്കുള്ള ബിരുദങ്ങളാണ് 2 ദിവസം നീണ്ടുനിന്ന ചടങ്ങിൽ സമർപ്പിച്ചത്. വിവിധ മേഖലകളിലെ റാങ്ക് ജേതാക്കൾക്കുള്ള മെഡലുകളും ബിരുദ സമർപ്പണ ചടങ്ങിൽ സമ്മാനിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത വിശ്വവിദ്യാപീഠം ചാൻസലർ മാതാ അമൃതാനന്ദമയി ദേവിയുടെ വിദ്യാർത്ഥികൾക്കുള്ള സന്ദേശവും ചടങ്ങിൽ വായിച്ചു. അറിവ് സ്വായത്തമാക്കുന്നതിന് പരിധിയില്ലെന്ന് മാതാ അമൃതാനന്ദമയി ദേവി കുട്ടികളെ ഓർമ്മിപ്പിച്ചു. കേരള യൂണിവേഴ്സിറ്റി കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഡോക്ടർ S. അനിൽകുമാർ ബിരുദ സമർപ്പണ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. അമൃത വിശ്വവിദ്യാപീഠം രജിസ്ട്രാർ ഡോക്ടർ P. അജിത് കുമാർ,
കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഡോക്ടർ കൃഷ്ണകുമാർ പി, റിസർച്ച് വിഭാഗം മേധാവിയും ഡീനുമായ ഡോക്ടർ DM വാസുദേവൻ, അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ഡീൻ സ്വാമി ശങ്കരാമൃതാനന്ദപുരി, അമൃത സ്കൂൾ ഓഫ് ആർട്സ് ഡീൻ ഡോക്ടർ U കൃഷ്ണകുമാർ, അമൃത സ്കൂൾ ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് ചീഫ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ MV തമ്പി എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരുന്നു. യിൽ 4000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി സ്മൃതി മന്ധാന. കിവീസിന്റെ സൂസി ബേറ്റ്സിന് പിന്നാലെ 4000 ക്ലബിൽ ഇടം പിടിച്ച ലോകത്തെ രണ്ടാമത്തെ താരമാണ് സ്മൃതി. വേഗത്തിൽ 4000 റൺസ് തികച്ചു എന്ന റെക്കോർഡും സ്മൃതിക്കാണ്. 154 മത്സരങ്ങളിൽ നിന്നാണ് നേട്ടം. ഇന്നലെ ശ്രീലങ്കയ്ക്കെതിരെ ആദ്യ T20യിൽ മന്ധാന 25 റൺസ് എടുത്ത് പുറത്തായിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ ന്യൂസിലൻഡിന് മുന്നേറ്റം. ദക്ഷിണാഫ്രിക്കയെ പിന്തള്ളി 2ാം സ്ഥാനത്തെത്തി. വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റ് പരമ്പര 2-0 സ്വന്തമാക്കിയതോടെയാണ് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയത്. ഓസ്ട്രേലിയ 1ാം സ്ഥാനത്ത് തുടരുന്നു. ശ്രീലങ്കയാണ് 4ാം സ്ഥാനത്ത്. 2 ടെസ്റ്റിൽ 1 ജയവും 1 തോൽവിയുമടക്കം 12 പോയിന്റും 50 പോയിന്റ് ശതമാനമുള്ള പാകിസ്ഥാൻ 5ാം സ്ഥാനത്താണ്. 9 ടെസ്റ്റുകൾ കളിച്ച ഇന്ത്യ 4 ജയവും 4 തോൽവിയും 1 സമനിലയും അടക്കം 52 പോയിന്റും 48.15 പോയിന്റ് ശതമാനവുമായി 6ാം സ്ഥാനത്താണ് ഇപ്പോൾ. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.